അനുജന്റെ രക്തസാക്ഷിത്വം സംബന്ധിച്ച കോടതി വിധി അല്പനേരം മുൻപാണ് ഞാനും കുടുംബാംഗങ്ങളും കേട്ടത്. ഒരു മരവിച്ച മനസ്സുമായിട്ടാണ് വിധി പ്രസ്താവം ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത്. ദീർഘമായി 23 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വിധി ഉണ്ടായിരുന്നത് തന്നെ ഈ ഒരു സംഭവത്തോട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും സമൂഹത്തിൻ്റെയൊക്കെ ഒരു പ്രതിബദ്ധതയെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരു ഓഫീസറാണ് ഞാൻ. ഒരു ഓഫീസർക്ക് ലഭിച്ച ഈ ഒരു പരിഗണന ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ചിന്ത, അതിലേക്ക് ഇത്തരത്തിലുള്ളൊരു വിധി ആ രീതിയിലുള്ളൊരു ചിന്തയിലേക്ക് നയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യ കാലഘട്ടം മുതൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. സർവീസിലിരിക്കെ ഡ്യൂട്ടിയിൽ മരണപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കേണ്ട പ്രധാനപ്പെട്ട 2 ആനുകൂല്യങ്ങൾ, ഞങ്ങളുടെ ആനുകൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയല്ല. ഒന്ന്, മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട പെൻഷൻ, കുടുംബ പെൻഷൻ, അത് ചില സാങ്കേതിക നൂലാമാലകൾ പറഞ്ഞിട്ട് നിഷേധിക്കുകയുണ്ടായി. ഒരുപാട് കാലം ഞാൻ അതിന്റെ പിന്നാലെ പോയി അവസാനം മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടിട്ടാണ് ആ ഒരു പ്രശ്നം പരിഹരിക്കുകയും കുടുംബത്തിന്, എന്റെ മാതാപിതാക്കൾക്ക് കുടുംബ പെൻഷൻ ലഭിക്കുകയും ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ആശ്രിത വിമന നൽകുക എന്നുള്ളത്. അതും ഈ 2 കാര്യങ്ങളാണ് സാധാരണ രീതിയിൽ ഇത്തരം ഡ്യൂട്ടിക്കിടയിൽ മരണപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അർഹമായുള്ള കാര്യം എന്നുള്ളതാണ്. അതും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതിന് സാങ്കേതികമായിട്ട് പറഞ്ഞ കാര്യം, ഞാനും സഹോദരിയും സർക്കാർ ജീവനക്കാരനായതിനാൽ നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ആശ്രിത നിയമനം നൽകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്റെ അനുജന്റെ ജോലി ആണ് എനിക്ക് ലഭിച്ചെന്ന്. ആ രീതിയിലൊരു തെറ്റിദ്ധാരണ പല ആളുകൾക്കിടയിലും ഉണ്ട്.